അത് ഗൈസ്, ബിഗ് ബോസിനെക്കാളും വലിയൊരു ബിഗ് ബോസ് പുറത്ത് നടക്കുന്നുണ്ട്. കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഈ പറയുന്ന ബോസ് മല്ലു ടോക്സ് എന്ന് പറയുന്ന രേവതിയും ഈ പറയുന്ന രാജ് ടോക്സ് എന്ന് പറയുന്ന പുള്ളിക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് സുഹൃത്തുക്കളെ. പ്രേക്ഷകരെ കുറച്ച് കാര്യങ്ങൾ കമന്റ് ബോക്സ് ഓണാക്കാൻ ഉണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആക്കി വെയ്. എന്ത് നിസ്സാര കാര്യത്തിനാണ്, മനസ്സിലായില്ലേ? ഈ റിവ്യൂ ചെയ്യുന്ന ഇവരൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിസ്സാര കാര്യത്തിന് ബിഗ് ബോസിലുള്ളവർ എന്തിനാണ് ഈ കുട്ടികൾ ചേർന്ന് നിസ്സാര ഒരു പാത്രം കഴുകുന്നതിന് ഒരു അടി, അല്ലെങ്കിൽ ഇവിടെ അതിന് വേണ്ടിയിട്ട് അടി, ഇതിന് വേണ്ടിയിട്ട് അടി, ഇവിടെയും നിസ്സാര കാര്യത്തിനാണ് അടി. എനിക്ക് തോന്നുന്ന സംഭവം, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് അറിയാമോ? അതായത് ഇവർ ഈ ബിഗ് ബോസ് കണ്ട് 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 ഇവർ മറ്റേ ഗംഗ എന്താണ് പറയുക, നമ്മുടെ ശോഭന ഈ നാഗവല്ലി ആകുന്നത് പോലെ ഇവർ രണ്ടുപേരും ആകുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവർ ബിഗ് ബോസിലാണോ എന്നുള്ള തരത്തേക്കാണ് ഇവർ സംസാരിയുടെ പ്രവൃത്തിയൊക്കെ എനിക്ക് തോന്നുന്നു. കാരണം ഇവരൊരു നാഗവല്ലിയാകാൻ സാധ്യതയുണ്ട് ഈ രണ്ടുപേരും, എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം പരസ്പരം മാറി തിരിഞ്ഞൊക്കെ വളരെ മനോഹരമായി, നീയാടാ പി ആർ, ഞാനല്ലടാ പി ആർ, എനിക്ക് ജനങ്ങളുണ്ടാ എന്നൊക്കെ തരത്തിലേക്ക് ഭയങ്കര തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? നീയാണ് കള്ളം പറയുന്ന, അവര് പറയാ ഞാനല്ല, നീയാണ് കള്ളം പറയുന്ന. അപ്പം സത്യത്തിൽ പറഞ്ഞ ഇതൊരു പുറത്തൊരു ബിഗ് ബോസ് അല്ലേ നടക്കുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്നറിയുമോ, ഈ പുറത്തുള്ള അകത്തുള്ള ആൾക്കാരെ മാറ്റിയിട്ട് ഈ പുറത്തിടുന്ന് കളിക്കുന്ന ആൾക്കാരെ പിടിച്ച് അകത്താക്കി എന്തുമാത്രം കണ്ടന്റ് കിട്ടിയത് അല്ലേ? നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട്. നീ എന്റെ പറഞ്ഞ നീ ഡീഗ്രേഡ് ചെയ്തിട്ടില്ലേ? റോബിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്ത ആരാണ്? നീ തന്നെയല്ലേ. ഇപ്പോ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്ത ആരാണ്? ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ആരാണ്? നീ തന്നെയാണ്. അനുമോളെ ഇത്രയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് നീ തന്നെയാണ്. എന്റെ പ്രേക്ഷകരുടെ റെസ്പോൺസ് അറിയണമെങ്കിൽ തനിക്കെതിരെ ഞാൻ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, 3 മണിക്കൂറിൽ 1.5 ലക്ഷം, എനിക്ക് 1.5 ലക്ഷം ഹൈപ്പ്. വീഡിയോ സംഭവം പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഈ പുള്ളിക്കാരൻ ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുള്ളിക്കാരൻ ചെയ്യുന്ന വീഡിയോ, അതായത് രേവതി പറഞ്ഞ കാര്യമാണ്, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രാജ് ടോക്സ് എന്ന് പറയുന്ന ഒരാള് എല്ലാ ആൾക്കാരെയും സൈബർ ബുള്ളിങ്ങിലേക്ക് തള്ളിയിട്ട് കൊടുക്കുന്ന ഒരാളെ, പല ആൾക്കാരെ ജീവൻ നശിപ്പിച്ചിട്ടുള്ള ഒരാളാണെന്നും പുള്ളിക്കാരി ഈ പുള്ളിക്കാരനെതിരെ പറയുണ്ടായി. അതിന് ബദലായിട്ടാണ് പുള്ളിക്കാരൻ എന്താണ് ഈ വീഡിയോ ചെയ്തത്. ഈ പുള്ളിക്കാരൻ മറ്റേ ആൾക്കാരുടെ പി ആർ ആണെന്നൊക്കെ തരത്തിലേക്കോ ആരുടെയൊക്കെ പി ആർ ആണെന്ന തരത്തിലേക്കും ഈ രേവതി പറഞ്ഞു. അപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണ് ഈ പറയുന്ന ആര്യന്റെയും അക്ബറിന്റെയും പി ആർ നീ ആണെന്നുള്ള തരത്തിലെന്ന് വെച്ചാൽ രേവതി ആണെന്നുള്ള തരത്തിലേക്ക് എന്താണ് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇതിനെ കുറിച്ചാണ് സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ്, സംഭവം ബിഗ് ബോസിന്റെ പുറത്താണ് കണ്ടന്റ് കിടക്കുന്നത്. ബിഗ് ബോസിന്റെ അകത്തിനേക്കാളും പുറത്താണ് വലിയ കണ്ടന്റ് കിടക്കുന്നത്. കാരണം എന്തിനിടെ, കാരണം ഇവര് സ്റ്റേജിന്റെ പുറത്തിരുന്ന് കളിയാടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെ ഓരോ റിവ്യൂ ചെയ്തിട്ട് പറയുന്നുണ്ട് നിസ്സാര കാര്യത്തിനൊക്കെയാണല്ലേ ബിഗ് ബോസിലുള്ള കാര്യം അടിക്കുന്നത്. ബിഗ് ബോസിലുള്ള ആൾക്കാരൊന്നും ശരിയില്ല. എന്ത് കാര്യത്തിനാണ് അടിക്കുന്നത്? ചെറിയൊരു പാത്രം കഴിയുന്ന കാര്യത്തിൽ ഒരു അടി വിടും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ അടിക്കുകയല്ലേ ചെയ്യുന്നത്. പി ആർ നീ അല്ല, ഞാനല്ലടാ പി ആർ, നീ ആടാ പി ആർ എന്ന് പറഞ്ഞിട്ട് മാറി അടിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യം പല ആൾക്കാർക്കും എയറിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, പല ആൾക്കാരും എയറിലാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് പറയേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മാറി തന്നെ അടിക്കാനുള്ള ഈ സമയം കൊണ്ട് നിങ്ങൾ നേരെ ബിഗ് ബോസിൽ ഇട്ട് പോകും. നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാകൂ, കണ്ടന്റ് ക്രിയേറ്റ് കൊടുക്കൂ, ബിഗ് ബോസിനെ വിജയിപ്പിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ബാക്കി നമുക്ക് വീഡിയോ കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് അതിൽ വന്ന തേറി മൊത്തം നീ പറഞ്ഞു ഫലിപ്പിക്കുന്ന കള്ളങ്ങളെല്ലാം പ്രേക്ഷകർ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആക്കി വെയ്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ആളാണെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആക്കി വെയ്, അല്ലേ? അതല്ലേ ന്യായം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, നമ്മളൊരു കാര്യം മനസ്സിലേണ്ട കാര്യം, ഒന്ന് ഒരു സ്ത്രീയാണ്. പല ആൾക്കാരും തെറി വിളിക്കും, സ്വാഭാവികമായിട്ട് പല തരത്തിലുള്ള വിഷമം ഉണ്ടാവും. അതുകൊണ്ടൊക്കെ കാരണം അറിയാലോ പല ആൾക്കാരും. പക്ഷെ ഇവർ രേവതി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പി ആർ വർക്കാണ്, പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്കെതിരെ എന്താണ് നെഗറ്റീവ് കമന്റ് ഇടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മനസ്സിലായില്ല? ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പല ആൾക്കാരും മോശം പറയും, തെറ്റ് പറയും, മോശമായിട്ട് പറയും, തെറി വിളിക്കാം ഒക്കെ ചെയ്യും. പക്ഷെ ഇത് നമ്മള് കമന്റ് ബോക്സ് ആക്കി പുള്ളിക്കാരൻ പറഞ്ഞ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചാൽ പേടിച്ചിട്ടാണ്. കാരണം വേറെ ഒന്നല്ല, ഒരുപാട് തെറിവിളികളൊക്കെ ഇതിൽ കേൾക്കുന്നുള്ളതുകൊണ്ടാണ്. അത് ഈ കമന്റ് കാണുമ്പോൾ ഇവർക്ക് മാനസികമായിട്ടുള്ള വിഷം വരുന്നതുകൊണ്ട് ഈ പറയുന്ന കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കാം. മനസ്സിലായില്ലേ?
അപ്പൊ പുള്ളിക്കാരൻ നേരത്തെ പറയുന്ന പോലെ ഡോക്ടർ റോബിന്റെ ആയിക്കോട്ടെ, അഖിൽമാരാർ ആയിക്കോട്ടെ, ഈ അനുമോളുടെ ആയിരുന്നാല് പല കാര്യത്തിനും ഇവര് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടാണ്. എനിക്കതിൽ ഒന്നും പറയാൻ പറ്റത്തില്ല, അവരുടെ ഇഷ്ടമാണ്, മനസ്സിലായില്ല. അപ്പൊ അതിൽ പല ആൾക്കാരും പി ആർ ഉണ്ടെന്ന്, ഞാൻ ഒരിക്കലും അവർ ഒരു പി ആർ ആണെന്ന്, രേവതി ഒരു പി ആർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന രാജ് ടോക്സ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു പി ആർ ആണെന്ന് വിശ്വസിക്കും. കാരണം വേറെ ഒന്നുമില്ല, എല്ലാവരും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഈ രേവതിയുടെ ആയിരുന്നാലും അവർ ഈ കുത്തിയിരുന്ന് ഈ ലൈവ് വീഡിയോ ചെയ്തിട്ട് ഈ ഇത് റിവ്യൂ പറഞ്ഞ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു 8-10 പേപ്പർ എഴുതുമെന്ന് തോന്നുന്നു. ആ പേപ്പർ വായിച്ചിട്ടാണ് അവർ റിവ്യൂ ചെയ്യുന്നത്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അവരുടെ അഭിപ്രായം കൂടി അതിൽ പറയുന്നതാണ്. ഈ രേവതിയുടെ ഈ റിവ്യൂ ചെയ്യുന്നത് ബിഗ് ബോസിനെ കുറിച്ച്. മറ്റേ പുള്ളിക്കാരൻ ചെയ്യുന്നത് അത് വേറെ ശൈലിയിലാണ്. ഓക്കെ, രണ്ടുപേരും ചെയ്യുന്നത് 2 ശൈലിയിലാണ്. ഇപ്പൊ മാറി തിരിഞ്ഞ് ഇവര് തമ്മിൽ നീയാടാ പി ആർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല അവരാടാ പി ആർ എന്ന് പറയുന്ന കണക്ക്. പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടി ഈ പുള്ളിക്കാരൻ 150 രൂപ വെച്ച് എല്ലാ വോട്ട് ചെയ്യുന്ന ആൾക്കാരും കൊടുത്തെന്നോ, വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് രേവതി ഈ പുള്ളിക്കാരനെതിരെ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നുണ്ട്. ഇതിന് എഗൻസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇപ്പം വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങളെ തന്നെ സംശയിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തെറിയെ പേടിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പല പ്രേക്ഷകർക്കും അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. മുന്നേ ഏതോ സമയത്ത് ബിഗ് ബോസിൽ ചെയ്ത സമയത്ത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ട സമയത്ത് കമന്റ് ബോക്സിൽ പൂര തെറിയായിരുന്നത് കൊണ്ടാണ് അതിനുശേഷമാണ് ഈ രേവതി കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്, മനസ്സിലായി. നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റുള്ളൂ, എല്ലാ വീഡിയോയും അവർ ചെയ്യുന്ന എല്ലാ വീഡിയോയും കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്, മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കിത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് സംഭവം ബിഗ് ബോസിന് കിട്ടാനുള്ള കണ്ടന്റാണ് വെറുതെ പുറത്തോട്ട് പോകും. നമ്മൾ ചില കണ്ടിട്ടില്ലേ, മലയെന്ന് വെറുതെ വെള്ളച്ചാട്ടം വന്നിട്ട് നേരെ കടലയിട്ട് പോകുന്നു. ആ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഡാം കെട്ടിയതുപോലെ നിർത്തിയിട്ട് കണ്ടന്റ് അല്ലേ ഇതൊക്കെ, പോകുന്ന കണ്ടന്റ് അല്ലേ. ബിഗ് ബോസിന് എന്തുമാത്രം കണ്ടന്റ് എന്നറിയാമോ വെളി കൂടി പോകുന്നത്. അകത്തെടുക്കുന്ന ആൾക്കാർ കണ്ടന്റേ കൊടുക്കാൻ വേണ്ടി അടിച്ചു വരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ബാക്കി നമുക്ക് കൊടുക്കുക. നട്ടാ കുരുക്കാത്ത കള്ളം ഇന്നും വന്ന് പറഞ്ഞു ഫലിപ്പിച്ച കള്ളങ്ങള് എന്റെ അമ്മ, ഒരു സാധനം പോലും ഞാൻ പൊളിച്ചിറക്കി തരാം. ഒരു സാധനം പോലും സത്യം പറഞ്ഞിട്ടില്ല. ഇമാതിരി കള്ളി, ഭൂലോക കള്ളി എല്ലാവരും പറയുന്നുണ്ട്. താങ്കൾ ആരുടെ പി ആർ എന്ന് കൃത്യമായിട്ട് എന്റെ വാഗോണ്ട് ഞാൻ അത് പറയുന്നില്ല. ആര് പറഞ്ഞില്ല, അക്ബർ, ആര്യൻ, ഇവരുടെ പി ആർ ആണ് താങ്കൾ. ഇതാണ് മെയിൻ പി ആർ. പിന്നെ നെവിനെ മുമ്പേ പിന്നെ പറഞ്ഞു കൊടുത്തു, അവനെ ഇങ്ങനെയൊക്കെ കളിക്കണം കേട്ടോ, ഞാൻ ഇങ്ങനെ ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ പറഞ്ഞു വിട്ടുകൊടുത്തു. പക്ഷെ അതിനൊന്നും ആൻസർ ഇല്ല. ഒരു നട്ടാ കുരുക്കാത്ത നുണയാണ് പറയുന്നതെന്ന് പറയുന്നത്. അത് പ്രേക്ഷകർ ഞാൻ വിട്ടുന്നിരിക്കുന്നത്. പല ആൾക്കാരും പല അഭിപ്രായം. ഞാൻ അങ്ങനെ അധികം വീഡിയോ അങ്ങനെ കാണുന്ന ഒരാളല്ല. ഞാൻ കുറച്ച് വീഡിയോ കണ്ടപ്പോ ഞാൻ കേട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇട്ട് വരാം. കേട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്ന എല്ലാവരും പി ആർ വർക്കുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ആരും വീഡിയോ ചെയ്യില്ലെന്നാണ് അവർ ചിന്തിക്കുന്നത്, മനസ്സിലായത്. അപ്പൊ ഞാനിത് കേട്ടത് കാരണം അവര് പറഞ്ഞൊരു കാര്യം കേട്ടതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് അത് അങ്ങനെ തോന്നിയതായിരിക്കും ചിലപ്പം. കാരണം ഇവർക്കെതിരെ എല്ലാവരും വളഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ട് വളരെ തെറി വിളിക്കുന്നത് എല്ലാം പി ആർ വർക്കേഴ്സ് എന്നുള്ള ചിലപ്പോൾ തെറ്റിദ്ധരിച്ചതുകൊണ്ടായിരിക്കാം. ചില ആൾക്കാർ എതിർപ്പുണ്ട്, പല ആൾക്കാരും പല കമന്റുകൾ ഇടും. പക്ഷെ അതൊരു സഭ്യമായ ഭാഷയിൽ കമന്റ് ഇടുക എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും. ഈ പി ആർ വർക്ക് ഉള്ളതുകൊണ്ട് എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണമാണ്. വലിയ വലിയ സിനിമകൾ ഇപ്പൊ ഒരു 100 കോടിയാണ് നമ്മളെ മലയാള സിനിമയ്ക്ക് 100 കോടിക്ക് വന്നൊരു പടം. ആ പടത്തിന് പടം ഓടി ആ പടത്തിന് കളക്ഷൻ കിട്ടണമെങ്കിൽ അത്രയധികം പരസ്യങ്ങൾ വേണം, അത്രയധികം പ്രൊമോഷൻ വേണം. അതുപോലൊരു സാധനമാണ് ഈ പി ആർ വർക്ക് എന്ന് പറയുന്ന സാധനം. നിങ്ങൾ ചെയ്യുന്ന ഒരു കണ്ടന്റ്, ഇപ്പം ബിഗ് ബോസ് ചെയ്യുന്ന അനുമോളായിക്കോട്ടെ മറ്റു പലരായിക്കോട്ടെ, അവർ ചെയ്യുന്ന കണ്ടന്റ് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവർ വോട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ എല്ലാത്തിനെയും വെളുപ്പിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതാണ് കൈപ്പൂലി. അപ്പൊ ഇവരൊക്കെ പറഞ്ഞിരുന്ന ഈ ജനങ്ങൾ മണ്ടന്മാരെന്നാണ്. കാരണം പി ആർ വർക്ക് ചെയ്ത് ഈ തെറ്റിനെ, അതായത് തെറ്റായിട്ടുള്ള കാര്യത്തിന് വെളുപ്പിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എത്ര കാര്യം വെളുപ്പിക്കാൻ പറ്റും ഒരു ചെയ്ത്. ഇപ്പം ഈ റീസെന്റ് ആയിട്ട് നടന്ന ഈ ഷാനവാസിന് ഈ പറയുന്ന നെവിൻ കയറി ഉന്തേം തള്ളയൊക്കെ ചെയ്തായിരുന്നു. ഒരു പാല് കുപ്പിയെടുത്ത് നെഞ്ചിലെടുത്ത് എറിഞ്ഞു കൊടുത്തായിരുന്നു, പാൽ കവർ എടുത്ത്. അതൊക്കെ നമ്മള് ഈ പി ആർ വർക്ക് എങ്ങനെയാണ് വെളുപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ തെറ്റായിട്ടുള്ള ധാരണയാണ്. ജനങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരല്ല. ജനങ്ങള് ഈ കണ്ണുകൊണ്ട് കാണുന്നില്ല. ഇപ്പം ഡെയിലി സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതിന്റെ മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇനി ആ നെഗറ്റീവ് പരിപാടി കാണിക്കുന്നവർ നെഗറ്റീവ് ആവും, അത് ഉറപ്പാണ്.